ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസൺ വരാൻ പോവുകയാണ്. ഇതിന് മുന്നോടിയായി മെഗാ താരലേലം വരാനിരിക്കുകയാണ്. മെഗാ താരലേലം ആയതിനാൽ തന്നെ വലിയ പൊളിച്ചെഴുത്തുകൾ എല്ലാ ടീമുകളിലും ഉണ്ടാകും. പല വമ്പൻ കൂടുമാറ്റങ്ങളും ഇത്തവണ ഉണ്ടാകും. MS ധോണി ഇത്തവണ CSK കളിക്കാനുണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പരിക്ക് പ്രയാസപ്പെടുത്തിയാൽ ധോണി ഈ സീസണിൽ കളിച്ചേക്കില്ലെന്നാണ് വിവരം. അവസാന സീസണിൽ CSK പ്ലേ ഓഫിൽ എത്താനായിരുന്നില്ല. RCB നിർണായക മത്സരത്തിൽ CSK പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ റൺസ് നേടിയെടുക്കാൻ സാധിച്ചില്ല. ഇതോടെ CSK പ്ലേ ഓഫ് കാണാതെ പുറത്താവുകയും ചെയ്തു. ഇതിന്റെ നിരാശ ധോണിക്കുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഹസ്തദാനം നൽകുന്നതിനെ ബന്ധപ്പെട്ടുള്ള പ്രശ്നവും ഉണ്ടായത്. ഇതിനുശേഷം ധോണി ഡ്രസ്സിംഗ് റൂമിൽ എത്തിയതിനു മുമ്പ് TV തല്ലിപ്പൊട്ടിച്ച സംഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഹർഭജൻ സിംഗ്. RCB വിജയം നേടിയാൽ തന്നെ ആഘോഷിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ഞാനമെന്ന് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഞാൻ സാക്ഷിയാണ്. RCB ആഘോഷിക്കുമ്പോഴാണ് CSK ഹസ്തദാനത്തിനായി വരിയായി വന്നത്. എന്നാൽ ഹസ്തദാനത്തിനായി RCB വരാൻ അല്പം വൈകി. RCB താരങ്ങളുടെ ആഘോഷം കഴിഞ്ഞാണ് ഹസ്തദാനത്തിനായി എത്തിയത്. ഈ സമയത്ത് ധോണി ഡ്രസ്സിംഗ് റൂമിന് പുറത്തുള്ള TV സ്ക്രീനിൽ ഇടിച്ചു പൊളിച്ചു. ഞാനിത് കാണുന്നുണ്ടായിരുന്നു. എല്ലാ താരങ്ങൾക്കും അവരുടേതായ രീതിയിൽ വൈകാരികതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ധോണി അല്പനേരം ഹസ്തദാനത്തിനായി കാത്തുനിന്നെങ്കിലും RCB താരങ്ങൾ വരാൻ വൈകിയതിനാൽ ധോണി തിരിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. ഇതിൽ വലിയ വിവാദമാവുകയും ചെയ്തു. RCB താരങ്ങളെ അമിത ആഹ്ലാദത്തിനെതിരെയും ധോണിയുടെ മോശം പെരുമാറ്റത്തിനെതിരെയും വിമർശനം ഉയർന്നിരുന്നു. പൊതുവെ ധോണി ശാന്തനാണെങ്കിലും അന്ന് വളരെ നിരാശനായാണ് കാണപ്പെട്ടത്. ജയിച്ച കപ്പുമായി വിരമിക്കാമെന്ന ധോണിയുടെ മോഹമാണ് കൺമുന്നിൽ തകർന്നു വീണത്. 2023 കപ്പ് നേടിയപ്പോൾ ധോണി വിരമിക്കുമെന്ന് ഏവരും കരുതി. എന്നാൽ ഇത് ധോണിയുടെ തീരുമാനമായിരുന്നു. ഇത്തവണയോ ചിലപ്പോൾ അടുത്ത തവണ ഇത് സംഭവിച്ചേക്കാം. അത് ധോണിയുടെ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും. ധോണിയോട് വിരമിക്കാൻ പറയാൻ നമുക്കാർക്കും യോഗ്യതയില്ല. ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ അടുത്ത 10 വർഷമെങ്കിലും ധോണി CSK കളിക്കാം. എത്ര നാൾ ധോണി കളിക്കുമെന്നത് ആർക്കും പറയാനാകില്ല എന്നും ഹർഭജൻ പറഞ്ഞു. കാൽമുട്ടിനേറ്റ പരിക്ക് ധോണി കാര്യമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഋതുരാജ് ഗെയ്ക്വാഡ് എന്ന നായകന് കീഴിൽ മെഗാ താരലേലത്തിന് ശേഷം വീണ്ടും ആദ്യ സീസണിൽ കളിക്കുക എന്നത് വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ ഈ സീസണോടുകൂടെ ധോണി കളിക്കാൻ നിർബന്ധിതനാകുമെന്ന് തന്നെ പറയാം. യശ് ദയാൽ അവസാന ഓവർ എറിഞ്ഞ ധോണി അടക്കം പുറത്താക്കിയതാണ് RCBക്ക് വിജയമൊരുക്കിയത്. CSK പോലൊരു വമ്പൻ ടീമിനെ തളച്ച് പ്ലേ ഓഫിലേക്ക് എത്തിയത് വിരാട് കോഹ്ലി ഉൾപ്പെടുന്ന RCB ടീമിനെ ആഘോഷിക്കാമെന്ന കാര്യമാണ്. എന്നാൽ ഈ ആഘോഷവും അല്പനേരം നീണ്ടുപോയി. കപ്പടിച്ചതുപോലെയാണ് RCB ആവേശം കാട്ടിയത്. മൈതാനത്ത് ഹസ്തദാനം നൽകാൻ അല്പനേരം ധോണി കാത്തുനിന്നെങ്കിലും പിന്നീട് ഇതിന് തയ്യാറാവാതെ മൈതാനം വിട്ടത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചു. തോറ്റ ടീമിന്റെ നിരാശ ഉൾക്കൊള്ളാൻ RCBക്ക് സാധിച്ചില്ല. എന്നാൽ ധോണിയെങ്കിലും ബഹുമാനിക്കാമായിരുന്നു എന്ന വാദം ആ സമയത്ത് ഉയർന്നതുമാണ്.